പ്രിയപ്പെട്ടവരെ, വീഴ്ചകളോട് വീഴ്ചയാണ് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച്. കടുത്ത പ്രതിസന്ധിയിലാണ് ആരോഗ്യ വകുപ്പ്. സംസ്ഥാനമൊട്ടാകെ ആരോഗ്യ വകുപ്പിനെതിരെ, സർക്കാരിനെതിരെ പ്രതിഷേധക്കടലാണ്. ഇതിനിടയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊടിയ അനാസ്ഥയുടെ രക്തസാക്ഷിയായ ബിന്ദുവിന്റെ സംസ്കാരം തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിൽ നടക്കുകയും ചെയ്തു. അമ്മയുടെ പ്രതീക്ഷിത വിയോഗത്തിന്റെ സങ്കടം സഹിക്കാനാകാതെ മകന്റെയും മകളുടെയും വിലാപം കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണ് നനയിച്ചു. ഈ വിഷയം വിശദമായി പരിശോധിക്കുകയാണ് നമ്മൾ. സിസ്റ്റം കൊന്നതോ? കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ മരിച്ചതിന് പിന്നാലെ തുടങ്ങിയ ആ പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും അക്രമാസക്തമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ആരോഗ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് ROF നടത്തിയ മാർച്ചിൽ വൻ സംഘർഷമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. തൃശൂർ DFO ഓഫീസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തി. അതേസമയം ബിന്ദുവിന്റെ മരണം ഏറെ വേദനിപ്പിക്കുന്നത് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. മന്ത്രി ബിന്ദുവിന്റെ വീട് നാളെ സന്ദർശിക്കും. അതേസമയം ബിന്ദുവിന്റെ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു. തലക്കേറ്റ് ഗുരുതരമായി പരിക്കും, ആന്തരിക രക്തസ്രാവവും മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബുവും കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശും ചേർന്നു. ആദ്യം ബിനിലിലേക്ക് പോവുകയാണ്. ബിനിൽ, പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുകയാണ്. BJP, ROF, മഹിളാ കോൺഗ്രസ് ഒക്കെ ഇന്ന് തലസ്ഥാനത്ത് വലിയ പ്രതിഷേധം നടത്തി. ഇതേ തൊട്ടു മുൻപ് പോലും ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ യൂത്ത് ലീഗിന്റെ മാർച്ച് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ രാജി ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. ഈ പ്രതിഷേധവുമായി വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും മുന്നോട്ട് പോകാൻ തന്നെയാണോ പ്രതിപക്ഷ തീരുമാനം? എങ്ങനെയാണ് ഇതിലെ CPM പ്രതിരോധം? ബിനിൽ. സേതു, ഈ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളുടെ തീരുമാനം. ഇന്നും ഇന്നലെയുമായി വലിയ പ്രതിഷേധമാണ് തലസ്ഥാനത്തും സംസ്ഥാനത്തുടനീളം ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചാണ്. മന്ത്രിയുടെ വസതിയിലേക്ക് ഇന്നലെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തിയിരുന്നു. അത് ഒരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ BJP ആണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആദ്യം മാർച്ച് നടത്തിയത്. അത് ആ പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി, ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ഈ സമയത്ത് ജലപീരങ്കി ഉപയോഗിച്ചു. പിന്നാലെ RYF ആണ് വലിയ ഒരു പ്രതിഷേധം നടത്തിയത്. അതും സംഘർഷത്തിലേക്ക് നീങ്ങുകയുണ്ടായി. പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് അനക്സ് 2 സെക്രട്ടറിയിലെ അനക്സ് 2 മന്ത്രിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. 2 ഗേറ്റുകളും തടഞ്ഞ് പോലീസ് ഒരു കവചം തീർത്തു. പക്ഷേ ഈ ഗേറ്റിന് മുകളിലേക്ക് കയറിയാണ് ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധം നടത്തിയത്. ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഈ സമയത്തുണ്ടായത്. എന്തായാലും വലിയ ഒരു തർക്കത്തിലേക്കും ഉന്തും തള്ളിലേക്കും ഒക്കെ കാര്യങ്ങൾ അവിടെ പോവുകയും ചെയ്തു. എന്തായാലും ഇന്ന് അല്പസമയം മുമ്പ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധവും കഴിഞ്ഞു. എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ചെയ്തു പറഞ്ഞതുപോലെ സമരം പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ഇക്കാര്യത്തിൽ മന്ത്രി രാജിവെക്കും വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെ പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കോട്ടയത്ത് രക്ഷാപ്രവർത്തനം വൈകിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. അത് ഏറെക്കുറെ വസ്തുതയാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ സഹിതമുണ്ട്.
ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ പോവുകയും ചെയ്യുന്നത്. അവർ പറയുന്നത് 2 മന്ത്രിമാർ അവിടെ ഉണ്ടായിട്ടും ആ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല ആ സമയത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ മന്ത്രിമാർ 2 പേരും പറഞ്ഞത് ആരും ഉൾപ്പെട്ടിട്ടില്ല അതിനുള്ളിൽ എന്നാണ്. അത് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ആ മരണത്തിന് ഉത്തരവാദിത്തം അത് നരഹത്യയാണ്. ഹത്യയുടെ ഉത്തരവാദിത്തം സർക്കാരിനും ആരോഗ്യമന്ത്രിക്കും മന്ത്രി VN വാസവനുമാണ്. അത് ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഈ പ്രതിഷേധമൊക്കെ നടക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് ഇതൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. മന്ത്രി രാജിവെക്കും വരെ സമരം തുടരും. പ്രത്യേകിച്ച് 2 തരം സമരമാർഗങ്ങളിലേക്കാണ് ഈ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും പോകുന്നത്. ഒന്ന് വഴിയിൽ മന്ത്രിയെ തടയുക, മറ്റൊന്ന് കരിങ്കൊടി കാണിക്കുക. ഈ 2 പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കും എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും മന്ത്രി ഇന്ന് 2 പരിപാടികൾ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ കടുത്ത പ്രതിഷേധം മൂലം ആ പരിപാടികളിലേക്ക് മന്ത്രി എത്തിയിട്ടില്ല. വരും ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മന്ത്രിക്ക് പരിപാടികളുണ്ട്. ഇവിടെയൊക്കെ മന്ത്രിയെ തടയാനും കരിങ്കൊടി കാണിക്കാനുമാണ് ഈ യുവജന സംഘടനകളുടെ മന്ത്രിയുടെ ഈ പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് മന്ത്രിയുടെ സുരക്ഷ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ബിനിൽ? തീർച്ചയായിട്ടും നേരത്തെ ഭാരതാംബ വിഷയത്തിൽ മന്ത്രി V ശിവൻകുട്ടിക്ക് വലിയ പ്രതിഷേധം നേരിടേണ്ടി വന്നിരുന്നു. ആ സമയത്തൊക്കെ മന്ത്രിക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കിയിരുന്നു. സമാനമായ കാഴ്ചയാണ് ഇന്ന് പുലർച്ചെയാണ് മന്ത്രി തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയത്. ഇന്നലെ കോട്ടയത്താണ് ഉണ്ടായിരുന്നത്. ഇന്നലെ വരും വഴി മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. തുടർന്ന് കൊട്ടാരക്കരയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് പുലർച്ചെയാണ് ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയത്. ഔദ്യോഗിക വസതിയിൽ നിന്നും പുറത്തേക്ക് ഇന്ന് രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ പോലീസ് സന്നാഹം കൂടെ ഉണ്ടായിരുന്നു. സാധാരണ ഉണ്ടാകുന്ന പൈലറ്റ് വാഹനം മാത്രമല്ല, പോലീസ് വാനിലൊക്കെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. മന്ത്രിക്ക് മുന്നിലും പിന്നിലുമായി ഈ സുരക്ഷ ഉണ്ടാകും. മാത്രമല്ല മന്ത്രിയുടെ ഓഫീസ് അനക്സ് 2 മുന്നിലായും SCP ക്യാമ്പിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഏത് സമയവും അപ്രതീക്ഷിതമായി ഒരു പ്രതിഷേധം അവിടേക്ക് കടന്നു വരാമെന്ന് തന്നെയാണ് പോലീസിന്റെ നീക്കം, അല്ലെങ്കിൽ പോലീസിന്റെ അനുമാനമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല കൂടുതൽ അകമ്പടി വാഹനങ്ങളും മന്ത്രിക്കായി നിയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്ന് മന്ത്രിയുടെ ഈ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അടുത്ത ദിവസങ്ങൾക്ക് മന്ത്രിക്ക് വിവിധയിടങ്ങളിൽ പരിപാടികളുണ്ട്. ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ആ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ തന്നെയാണ് തീരുമാനം. ഇതിനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. എന്തായാലും മന്ത്രിക്ക് ഈ ഘട്ടത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ഈ മന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ്, അല്ലെങ്കിൽ ഈ മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ പ്രതിരോധിക്കുകയാണ് CPM ചെയ്യുന്നത്. നേരത്തെ MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇക്കാര്യത്തിൽ മന്ത്രി രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല. കൃത്യമായി കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ചെയ്യുന്നു. ധാർമ്മികമായി രാജിവെക്കേണ്ട യാതൊരു സ്ഥിതിയും അവിടെ ഇല്ല എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അത്തരത്തിലാണ് CPM-ന്റെ പ്രതിരോധമുള്ളത്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, വരും മണിക്കൂറുകളും വരും ദിവസങ്ങളുമൊക്കെ സംഘർഷഭരിതമായിരിക്കും. കാരണം വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും KSU, MSM ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്.